യമൻ സ്വദേശി തലാൽ അബ്ദു മഹദിയുടെ കൊലപാതകത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നഴ്സ് നിമിഷപ്രിയയ്ക്കായി പണം ശേഖരിക്കുന്നുവെന്ന പ്രചാരണം വ്യാജമാണെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൗണ്ടിൽ പണം അയക്കണമെന്ന് ഗ്ലോബൽ പീസ് ഇനീഷ്യേറ്റീവ് സ്ഥാപകൻ കെ.എ. പോൾ ആവശ്യപ്പെടുന്ന എക്സ് പോസ്റ്റിലാണ് മന്ത്രാലയം വിശദീകരണം നൽകിയിരിക്കുന്നത്. നിമിഷപ്രിയയുടെ മോചനത്തിനായി 8.3 കോടി രൂപ ആവശ്യപ്പെട്ടാണ് കെ.എ. പോളിന്റെ സമൂഹമാധ്യമ പോസ്റ്റ്. കേന്ദ്ര സർക്കാരിന്റെ അക്കൗണ്ടിലേക്ക് നേരിട്ട് സംഭാവന നൽകണമെന്നും പോസ്റ്റിൽ പറയുന്നു. അക്കൗണ്ട് നമ്പർ സഹിതമാണ് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. അതേസമയം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൗണ്ട് നമ്പർ ഉൾപ്പെടെയുള്ള പോസ്റ്റ് വ്യാജമാണെന്നാണ് വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിരിക്കുന്നത്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഫാക്ട് ചെക്കിംഗ് വിഭാഗമാണ് ഇത് സംബന്ധിച്ച് വിശദീകരണം നൽകിയിരിക്കുന്നത്. പാലക്കാട് സ്വദേശിനിയായ നിമിഷപ്രിയ 2008 യമനിലേക്ക് പോകുന്നത്. പിന്നീട് സ്വന്തമായി ഒരു ക്ലിനിക് ആരംഭിച്ചു. 2017 അവരുടെ പാസ്പോർട്ട് കൈവശം വെച്ചിരുന്ന ബിസിനസ് പങ്കാളി തലാൽ അബ്ദു മഹദിയെ പാസ്പോർട്ട് തിരികെ വാങ്ങാനായി ലഹരിമരുന്ന് കുത്തിവെച്ച് കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് മരണം സംഭവിച്ചത്. തലാലിന്റെ മൃതദേഹം ഒരു വാട്ടർ ടാങ്കിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഈ സംഭവത്തെ തുടർന്നാണ് നിമിഷ അറസ്റ്റിലായത്. നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചതായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. യമനിൽ ഔദ്യോഗിക നയതന്ത്ര സാന്നിധ്യമില്ലാത്തതിനാൽ ഇന്ത്യ മൂന്നാം കക്ഷി സഖ്യകക്ഷികളിലൂടെ അനുരഞ്ജന ചർച്ചകൾക്ക് ശ്രമിക്കുകയാണ്. ഇസ്ലാമിക നിയമപ്രകാരം ദയാധനം നൽകി പ്രതിക്ക് മാപ്പ് നൽകാൻ കുടുംബത്തിന് അവസരമുണ്ട്. എന്നാൽ തലാലിന്റെ കുടുംബം ഇതുവരെ ഈ നിർദ്ദേശം ശക്തമായി നിരസിക്കുകയാണ്. ഇതാണ് എല്ലാ ചർച്ചകളും വഴിമുട്ടിക്കുന്നത്.